ഹലോ ഫ്രണ്ട്സ്, എം ക്രിയേഷൻസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം വടയാണ്. അപ്പം ഈ വട നമ്മൾ ഉണ്ടാക്കുന്നത് ഉഴുന്ന് വെച്ചിട്ടല്ല, അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ വട തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: നന്നായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കൂടാതെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. അടുത്തതായി നമ്മളൊരു പാത്രം എടുത്തിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ 1 കപ്പ് അരിപ്പൊടിക്ക് അതേ സെയിം അളവിൽ തന്നെ ഒരു 3/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൈര് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ഈ 2 സാധനങ്ങൾ കൂടി ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കൂടുതൽ, നമ്മൾ ലൂസായിട്ടാണ് ഈ മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള സാൾട്ട് കൂടെ ഇട്ട് കൊടുക്കുക. സാൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചരുവത്തിൽ നിന്നത് വിട്ട് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ലൂസായിട്ടുള്ള ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മളിത് വട ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ അത് ഉണ്ടാക്കുന്നത് നമ്മൾ ഇത് വേവിച്ചതിന് ശേഷം നല്ല രീതിയിൽ മാവ് തിക്കാക്കിയതിന് ശേഷമാണ് നമ്മൾ വട ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഈ രീതിയിൽ നമ്മൾ ലൂസാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് വേവിക്കാൻ കൊണ്ടുപോകാം. അപ്പോൾ നമ്മളിവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയായിരിക്കുന്ന മാവ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് ഇപ്പം സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്ലെയിം ഇട്ടിട്ട് കുറുക്കിയെടുക്കുക. മാവ് നന്നായിട്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക. അത്യാവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇത് വെന്ത് ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുറുക്കി സെറ്റ് ചെയ്തെടുക്കാം മാവ്. ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സെറ്റ് ചെയ്ത മാവിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ, കറി ലീവ്സ്, ബ്ലാക്ക് പെപ്പർ, നല്ല രീതിയിൽ ക്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പർ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ മാവിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ നമ്മളെല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് മാവ് മിക്സ് ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് അത്യാവശ്യം നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നിങ്ങൾ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് പോകും. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കൈ രണ്ടും വെള്ളത്തിൽ നനച്ചിട്ട് വേണം നമുക്ക് ഈ മാവിന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. നനച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ല. അത് രണ്ടും നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടുത്തൊരു ഹോളിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ഉഴുന്നുവട ഷേപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളിത് ആ ഒരു ഷേപ്പിലാക്കി ഓയിലിലേക്ക് ഇടാൻ പോകുന്നു. നന്നായിട്ട് ഓയിൽ തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വടകളും ചുട്ടെടുക്കാം. ഈ 1 കപ്പ് അരിപ്പൊടിയിൽ ഏകദേശം ഒരു 10-12 വടയോളം നമുക്ക് ഉണ്ടാക്കാം. നല്ല ഗോൾഡൻ കളറിൽ ഇത് വട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കൂടാതെ എം ക്രിയേഷൻസ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.